പുരുഷ ഹോക്കിയിൽ തുടർച്ചയായി രണ്ടാം തോൽവിയോടെ കേരളം പുറത്തേക്ക്. 2-നെതിരെ 5 ഗോളുകൾക്കാണ് കേരളത്തെ ഉത്തർപ്രദേശ് തറപറ്റിച്ചത്. ഒഡീഷയുമായുള്ള മത്സരം മാത്രം അവശേഷിക്കുന്ന കേരള പുരുഷ ടീം ഇതോടെ സെമി കാണാതെ പുറത്താകുമെന്നുറപ്പായി. ജാർഖണ്ഡിനെതിരായ ആദ്യ മത്സരത്തേക്കാൾ ഭേദപ്പെട്ട പ്രകടനമാണ് കേരള ടീം ഉത്തർപ്രദേശിനെതിരെ കാഴ്ചവെച്ചത്. 1-1 എന്ന നിലയിലായിരുന്നു ആദ്യ പകുതി വരെ ഇരു ടീമുകളും. ആദ്യ പകുതിയിൽ പ്രതിരോധത്തിലും ആക്രമണത്തിലും കേരള ടീം നിലവാരം പുലർത്തുകയും ചെയ്തിരുന്നു. രണ്ടാം പകുതിയിൽ ആദ്യം തന്നെ UP 1 ഗോളിന് മുന്നിലെത്തിയെങ്കിലും കേരള ക്യാപ്റ്റൻ പ്രവീൺ കുമാർ 47-ാം മിനിറ്റിൽ ഗോൾ മടക്കി ടീമിന് പ്രതീക്ഷയേകി. എന്നാൽ UPയുടെ അവസാന മിനിറ്റുകളിലെ മുന്നേറ്റത്തിന് മുന്നിൽ കേരള ടീമിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അവസാന 10 മിനിറ്റിലായിരുന്നു UPയുടെ 3 ഗോളും പിറന്നത്. നല്ലൊരു പെർഫോമൻസ് തീർച്ചയായിട്ടും കാഴ്ചവെക്കുന്നുള്ള ഉറപ്പായിട്ട് തന്നെ ഇറങ്ങി. 5-2 നമ്മൾ തോറ്റതെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മുടെ പിള്ളേർ കാഴ്ചവെച്ചത്. അതിന് യാതൊരു പറയുകയാണ്. ആദ്യ മത്സരത്തിൽ 1-നെതിരെ 10 ഗോളുകൾക്ക് തോറ്റ കേരള ടീം രണ്ടാം തോൽവിയുടെ ആദ്യ റൗണ്ട് കടക്കില്ല എന്ന് ഉറപ്പായി. ഒഡീഷയുമായുള്ള മത്സരം മാത്രമാണ് കേരളത്തിന് അവശേഷിക്കുന്നത്. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.